തോട്ടത്തിക്കുളം ഗോപാലൻ അവൻ ഏത് നേരം ഇങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്. എന്തോ ഞാനിക്ക് എന്തെങ്കിലും ഇതുണ്ടോ? അല്ല, അവന്റെ ഒരു തലയെടുത്ത് നിൽക്കുന്ന നിലവ് എന്ന് പറയുന്നത്. ചില ആനകൾക്ക് നമ്മൾ തടം പേറ്റിയ ശേഷം ആനകളൊന്ന് കുത്തി 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 പൊക്കി വേണം നിലവ് നിർത്താൻ. ഇവന് എപ്പോഴും ഈ നിലവുണ്ട്, കണ്ടിട്ടില്ലേ? മസ്തകം ഉയർത്തിപ്പിടിച്ച് മസ്തകം ഉയർത്തിപ്പിടിച്ച് അവൻ നിൽക്കുന്നത് കണ്ടില്ലേ? പിന്നെ നല്ല കൊമ്പ് ലക്ഷണങ്ങൾ, നല്ല മതഗിരി, നല്ല വായുകുംഭം, അതൊക്കെ ഉള്ള ആനയാണ്. അതെ, തോട്ടത്തിൽ കുളം ഗോപാലനെയും കൈരളിയുടെ പ്രേക്ഷകർ അടുത്തറിയും. ബീഹാർ സ്വദേശിയാണെങ്കിലും ഇവന് ഒരു മലയാളി ലുക്കുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ കേരളത്തിൽ വന്നതിൻ്റെ ഗുണം, ഇവിടുത്തെ മണ്ണും വായുവും അനുഗ്രഹിച്ചതിൻ്റെ ഫലം. കാഴ്ചയ്ക്ക് നല്ല എടുപ്പുള്ള ആനയാണിവൻ. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ വേദികളിൽ ഇവനെ കാണുവാൻ നിരവധി ആനപ്രേമികൾ എത്താറുണ്ട്. കോതമംഗലത്തെ വ്യവസായ പ്രമുഖനും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയായ മമ്മിയുടെ തറവാട്ടിലാണ് ഇവൻ്റെ ഇപ്പോഴത്തെ വാസം. കോന്നിക്കൂട്ടിലെ ആനകളിൽ മാത്രം കണ്ടുവരുന്ന സവിശേഷമായ മതഗിരി തോട്ടത്തിൽ കുളം ഗോപാലനും ലഭിച്ചിട്ടുണ്ട്. മണൽ വാരി എറിഞ്ഞതുപോലെ കാണുന്ന മതഗിരിക്ക് പ്രത്യേക ആകർഷണം തന്നെയുണ്ട്. ബീഹാർ ആനയുടെ തുമ്പിയും കൊമ്പുകളും അത്ര ഭംഗിയുള്ളവയല്ല പൊതുവെ. എന്നാൽ തോട്ടത്തിൽ കുളം ഗോപാലന് നാടൻ ആനകളുടെ തുമ്പിയും കൊമ്പുകളോട് സാദൃശ്യവുമുണ്ട്. ബീഹാർ ആനകൾക്ക് നീണ്ട അമരവും നടയും അതുപോലെയാണ്. എന്നാൽ നമ്മുടെ നാടൻ ആനകൾക്ക് നീണ്ട നടയും കുറുകിയ അമരവുമാണുള്ളത്. ഈ ലക്ഷണവും ഇവനിൽ ഒത്തുവന്നിട്ടുണ്ട്. ഇവന്റെ പേര് ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരാണ്, മോത്തി. മോത്തി. സാധാരണ ഹിന്ദിക്കാരനാണോ? ഹിന്ദിക്കാരൻ. സാധാരണ ഈ സർക്കസ് ആനകൾക്കും ബീഹാർ ആനകൾക്കാണ് മോത്തി എന്നുള്ള പേര്. എന്നാലും ഇവനും നല്ല വളരെ അവന്റെ ഒരു മസ്തകത്തിന്റെ വായുകുംഭത്തിന്റെ ഒക്കെ ഒരു രീതി കണ്ടില്ലേ? അതെ, ഇത് ഈ ആന നമ്മുടെ ഒരു ഗുരുനാഥന്റെ കൂടി ആനയാണ്. ശരി. അതെ, ഇത് പെരുമ്പാവൂരുകാരനാവോ? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി. എന്താ പേര്? ആനയുടെ പേര് കാണാനില്ല. അരുൺ അയ്യപ്പൻ. അരുൺ അയ്യപ്പൻ. അരുൺ അയ്യപ്പൻ. അരുൺ അയ്യപ്പ. ലോകത്തിലെ സകല പൊക്കന്മാരുടെയും തോളിൽ ചവിട്ടിക്കയറി ഉച്ചിയിൽ തന്നെ മാഷ് അടിച്ച നല്ല അടിയുടെ ചൂട് ഇവൻ പറഞ്ഞു തരും. വേണ്ട, കേൾക്കാനും നിൽക്കണ്ട, ഇവനെ ഒന്ന് നോക്കി നിന്നാൽ മാത്രം മതി. നിന്റെ ഒന്നും പൊക്കത്തിൽ ഒരു കാര്യവുമില്ലടേ എന്നിവൻ പറയാതെ പറയുന്നത് നിങ്ങൾക്ക് കാണാം, കേൾക്കാം. അതെ, അതാണ് അരുൺ അയ്യപ്പൻ. അഡ്വക്കേറ്റ് അരുണിന് ആനകളോടുള്ള കമ്പം കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിലെങ്ങാനും ഒരാനയെ കാണുകയാണെങ്കിൽ ഉടൻ വണ്ടിയിൽ നിന്നും ഇറങ്ങും, ആനയുടെ പിന്നാലെ കൂടും. അതോടെ സ്കൂളും ക്ലാസ്സും എല്ലാം മറക്കും. അത്രത്തോളം ആനകളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ് അഭിഭാഷകൻ കൂടിയായ അരുൺ. അരുൺകുമാർ സാറ് എൻ്റെ അധ്യാപകനായിരുന്നു. നേരത്തെ കണ്ടു സാർ. പണ്ട് തൊട്ടേ അദ്ദേഹത്തിന്റെ ഫാദറുള്ള കാലം തൊട്ടേ പെരുമ്പാവൂർ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ആനകൾ ഉണ്ടായിട്ടുണ്ട്. പെരുമ്പാവൂർ ഗോപാലൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആനകൾ പെട്ടെന്നാണ് അയ്യപ്പൻ. ഈ നമ്മുടെ നസീർ സാറിന് പണ്ട് ആന ഉണ്ടായിരുന്നു. നസീർ സാർ ആനയെ വാങ്ങിച്ച് ശാർക്കര ക്ഷേത്രത്തിലേക്ക് കൊടുത്തു എന്നൊക്കെ ഒരു നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കൊന്നും അത് കാണാൻ പറ്റില്ല. നമ്മൾ നസീർ സാറിന്റെ ആരാധകരായിരുന്നെങ്കിലും. അപ്പൊ നസീർ സാർ ഐരാവതം പോലെ വെളുത്ത ഒരു ആനയും എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ എല്ലാവരും മോഹിപ്പിച്ച വലിയ ഗജശ്രേഷ്ഠനും ആന വളരെ സുന്ദരനായിരുന്നു പറഞ്ഞു. അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സാർ കൊടുക്കുന്ന ആന എന്തെങ്കിലും സുന്ദരനല്ലാതിരിക്കും. കറക്റ്റ്. മാത്രമല്ല എല്ലാ ചലച്ചിത്ര രംഗത്തുള്ള ആളുകൾക്കും ഇത്തരത്തില് ഈ ആനയോടുള്ള സ്നേഹമൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ നസീർ സാറിനെ പറ്റി മാത്രം പറഞ്ഞു മാത്രം. താങ്കൾക്കുള്ള ഈ ആനപ്രേമത്തോടു കൂടി ഈ ആന എന്ന് പറയുന്നത് പലപ്പോഴും ആനകളുടെ വില കൂടിയെന്നും ഏത് ഒരു ആനയുടെ ഒരു ബിസിനസ് നടക്കുകയാണെങ്കിലും ഇത് ജയറാം വന്ന് നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അത് പിന്നെ ആനയിൽ മാത്രമല്ല, നമ്മൾ റിയൽ എസ്റ്റേറ്റ് എടുത്താലും ബാക്കി ഏത് കാര്യം എടുത്താലും ചുമ്മാ ഈ ബ്രോക്കർമാർ വില കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇന്ന് അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോ, ജയറാം വന്ന് നോക്കിപ്പോയത് അല്ലെങ്കിൽ ദിലീപ് വന്ന് നോക്കിപ്പോയത്. ഏറ്റവും അവസാനത്തേക്ക് ആന്റണി പെരുമ്പാവൂർ വന്ന് ഇപ്പം നോക്കിയിട്ട് പോയേ ഉള്ളൂ. അത് സ്റ്റുഡിയോ തുടങ്ങാനാണ്. അതേപോലെ കേരളത്തിൽ പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആളുകൾ, ജയറാം ഈ ആന ഇതിൽ വന്നോട് കൂടിയിട്ടാണ് ഈ ആനകൾക്ക് ആവശ്യമില്ലാത്ത വില കൂടിയത്. അതെ. മാത്രമല്ല ഇപ്പൊ താങ്കൾ അങ്ങനെ വാങ്ങിക്കുന്നു, അതോട് കൂടിയിട്ട് ഇതൊരു ഗ്ലാമർ ഉള്ള ഒരു ആളുകൾ മാറ്റി. ആളുകൾക്ക് ഒരു ആനയെ കൂടെ വാങ്ങിക്കാന്ന് ഇപ്പൊ ജയറാമിന് ആനയുണ്ട് എന്ന് പറയുന്നത് അതൊരു ഗ്ലാമറിന്റെ കൂടെ ജീവിതത്തിൽ ഒരു സ്റ്റാറ്റസ് സിമ്പൽ ആയി മാറി.